ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സതി വ്ലോഗ്സ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വേറെ ഒന്നായിട്ടില്ല, പ്ലാസ്റ്റിക് കവറുണ്ട് ഒരു അടിപൊളി അങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാമെന്നാണ്. അപ്പം നിങ്ങളേൽ ഒരു കളർ കവർ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് മടക്കാം. അപ്പം നമുക്ക് ഒരു ഭാഗം കട്ട് ചെയ്യാനുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്യണം. ഞാൻ സ്കെച്ച് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ? ഈ ഒരു ഭാഗം കട്ട് ചെയ്തിടണം. അപ്പം കട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു സ്കെച്ച് കൊണ്ട് മാർക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഗൈസ്, ഇവിടെ കുറച്ച് വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു സൗണ്ടുകൾ നമ്മൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ വേണം നമ്മൾ മുറിക്കാൻ വേണ്ടിയിട്ട്. ഈ വീട്ടിലല്ല, വേറെ വീട്ടിലാണ്. ഈ ബാക്ക് ഭാഗത്തും നമ്മൾ ഒന്ന് മുറിക്കാം. അപ്പം നമുക്ക് തുറന്ന് കിട്ടുമ്പോൾ നമുക്ക് രണ്ട് സൈഡും ഓപ്പണിംഗ് ആയിട്ട് കിട്ടും. അപ്പം അതൊരു ജസ്റ്റ് ഒന്നിങ്ങനെ മടുക്കാം. അപ്പം അങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ഞാൻ കാണിച്ചിരുന്നതാണ്, എനിക്ക് തോന്നുന്നു കൂടുതലും മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ മടക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കാം. അപ്പോൾ നമുക്ക് ഈ ഭാഗം എന്തായാലും ഈ ഭാഗം ഇങ്ങനെ കിട്ടും, കണ്ടില്ലേ? ഇങ്ങനെ ലെവലല്ലാണ്ട് കിട്ടും. ആ ലെവലല്ലാത്ത ഭാഗം ലെവലാക്കി വെട്ടുക. അങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വൃത്തിയിൽ കിട്ടാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇങ്ങനെ വെട്ടുക. ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്ന മാതിരി കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ടൈമിംഗ് ഒന്നും ശരി ഉണ്ടാവില്ല. ഈ ലാസ്റ്റ് ഇങ്ങനത്തെ ഭാഗങ്ങളില്ല, കട്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലുള്ളത് ഞാനിപ്പോൾ ചെയ്ത മാതിരി ചെയ്യുന്നതാണ്. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുന്നതാണ്. അതല്ല, നമുക്ക് കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും. ഇനി നമ്മളൊരു ചെറിയ സ്ക്വയർ ഭാഗത്തിലോട്ട് കൊണ്ടുപോകണം. ഒരു ചെറിയൊരു സ്ക്വയർ കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ ഇതാക്കണം. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത്ര ഇത് മതി എന്നാണ്, പിന്നെ വിചാരിച്ചു കുറച്ചും കൂടി എടുക്കാം എന്നാണ്. അപ്പം ഗൈസ്, ഈ ഒരു സ്ക്വയറാണ് ഞാൻ എടുക്കുന്നത്. ഇനി അതിൻ്റെ നടുക്കിൽ ഈ ഒരു അവിടെ നിന്ന് വെട്ടുക. അപ്പോൾ ഇതൊരു കോള് വന്നിരുന്നു. അപ്പം അതാണ് ഈ നമ്മൾ ഇവിടെ ഇല്ലേ, അതൊന്ന് വെട്ടിയതിൻ്റെ ശേഷം ഞാൻ കാണിച്ച അവിടെ വെട്ടിയതിന് ശേഷം നമ്മൾ നടുവിലൊക്കെ ആയിട്ട് സ്റ്റാപ്ലർ അടിക്കുക. അപ്പം നമ്മൾ സ്റ്റാപ്ലർ ഇങ്ങനെ അടിക്കാം. 4 എണ്ണം വേണ്ട, ഒരു 3 എണ്ണം ഇതേ മാതിരി ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമ്മളിതൊന്ന് സർക്കിളാക്കണം. അതാണ് കുറച്ച് പാട്, കാരണം ഇത് കുറേ ലെയറുണ്ട്. അപ്പോൾ മറ്റേ കളർ കവറാണെങ്കിൽ, ഒരു കളറുള്ള കവറാണെങ്കിൽ കുറച്ചത് ലൂസായിരിക്കും, പക്ഷേ ഇത് കുറച്ച് ടൈറ്റാട്ടോ. ഏകദേശം വട്ടത്തിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി എനിക്ക് ഏറ്റവും പാടായ പണി തോന്നിയത് ഇതാണ് കേട്ടോ. എന്താ പറയുക, ഇങ്ങനെ മുറിക്കുകയാണ്. കാരണം ഇത് തീരെ ആവുന്നില്ല. പക്ഷേ ലാസ്റ്റ് ആൻഡ് ഫൈനലിൽ ഞാൻ ഭയങ്കര എന്താ പറയുക, അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ മുറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം എന്താ പറയുക, ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു ഫ്ലവർ ആയിരുന്നു. ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എനിക്കൊരു ഇതുണ്ട്. ഗൈസ്, ഇങ്ങനെ ആക്കി കൊടുക്കാം. അങ്ങനെ കുറേ നേരം അങ്ങനെ ആക്കണം. അങ്ങനെ ആക്കിയാലൊരു ആ പൂവിൻ്റെ ഈ ഓറഞ്ച് കളറൊക്കെ കവർ കിട്ടിക്കഴിഞ്ഞാൽ ഗൈസ്, നമുക്ക് എന്താ പറയുക, നല്ല രസമുണ്ടാകും. മറ്റേ ഓണത്തിനൊക്കെ ഇടുന്ന പൂവില്ലേ, ഓറഞ്ച് കളർ, ഇതേ മരത്തെ എന്താ പേരെന്ന് എനിക്കറിയില്ല, എന്തോ മജന്ത അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് ഗൈസ്. ജമന്തി പൂ മാതിരി ഉണ്ടാവും ഓറഞ്ച് കളർ കിട്ടിക്കഴിഞ്ഞാൽ കവറ്. പിന്നെ ഇങ്ങനെ കുറേ നേരം ആക്കുക. എന്നിട്ട് ഇങ്ങനെയും ആക്കുമ്പോൾ നമുക്ക് കൂടുതലും നല്ല രസമായിട്ട് കിട്ടും. കണ്ടില്ലേ? ഇപ്പം കണ്ടില്ലേ? ഇതാ. പിന്നെ നമ്മൾ വെട്ടാത്ത പാങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ചതൊക്കെ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുക. ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. പൂവൊക്കെ നല്ല രസമായി, പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്. അത് ഇനി വൃത്തിയാക്കിയിരിക്കണം. അപ്പം ബൈ ബൈ.